ഹായ് ഹലോ ഫ്രണ്ട്സ്. നവരാത്രി ആയതുകൊണ്ട് നമ്മുടെ ട്രിവാൻഡ്രത്തിലെ ഫേമസ് ആയ പൂജപ്പുരയിലെ സരസ്വതി മണ്ഡപത്തിൽ നിന്ന് തൊഴാൻ പോയി. അപ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് കരുതി വന്നതാണ്. പോയപ്പോൾ തന്നെ ചെറിയൊരു ക്യൂ ഉണ്ടായിരുന്നു, വലിയ തിരക്കില്ല ആ സമയത്തിന്. അപ്പം ആ ക്യൂ പോണ വഴിക്ക് തന്നെ കുറച്ച് വഴിപാടുണ്ടായിരുന്നു. വിദ്യാഭ്യാസത്തിനുള്ള വഴിപാട് വായമ്പ് പറന്നിറക്കലായിരുന്നു. അതുകൊണ്ട് നമ്മൾ മക്കളെ കൊണ്ട് അതാണ് നടത്തിച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ദേവിയെ കണ്ട് തൊഴുതിറങ്ങിയതിന് ശേഷം പൂജപ്പുര ആ വലിയ ഗ്രൗണ്ടിൽ ഫുൾ എക്സിബിഷൻ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കണ്ടത് കുറേ ബുക്സ് ഐറ്റംസ് ആയിരുന്നു. അത് കഴിഞ്ഞ് കുറേ ഫാൻസി ഐറ്റം കണ്ടപ്പോൾ അച്ചും പൊന്നും മാലയും ക്ലിപ്പ് ഐറ്റംസും വാങ്ങി. എനിക്കെപ്പോഴും ഫേവറേറ്റ് കമ്മലാണ്. അപ്പം ഞാൻ 2-3 കമ്മലും വാങ്ങി. അത് കണ്ടപ്പോൾ മോന് ഭയങ്കര കരച്ചിലായിരുന്നു. അവന് മാത്രം ഒന്നും വാങ്ങിയില്ലെന്ന് പറഞ്ഞ്. പിന്നെ അവനൊരു ചെറിയ ടോയും വാങ്ങിക്കൊടുത്തു. അത് കഴിഞ്ഞ് കണ്ടത് ഏത് ഫ്ലേവറെന്ന് പോലും അറിഞ്ഞുകൂടാത്ത കുറേ ഹൽവ ഐറ്റംസ് ആയിരുന്നു. പിന്നെ നമ്മൾ എത്തിയത് മിഠായിയുടെ ഒരു ലോകത്തായിരുന്നേ. നമ്മൾ പഠിച്ചിരുന്ന സമയത്തിന് സ്കൂളിൻ്റെ വഴിയേരിയിൽ അമ്മമാർ വിറ്റിരുന്ന ജോക്കർ മുട്ടായിയും നാരങ്ങ മുട്ടായിയും പുളിമുട്ടായിയും സിഗരറ്റ് മുട്ടായിയും അങ്ങനെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ നമ്മളെ കുട്ടിക്കാലത്തിനെ കുറിച്ചാണ് ഓർമ്മ വന്നത്. പിന്നെ നമ്മൾ അതിൽ നിന്ന് കുറേ ഐറ്റംസ് വാങ്ങി. പിന്നെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, വാച്ച്, പിന്നെ സെൻറ്റ് ഐറ്റംസ്. പിന്നെ കണ്ടത് കുറേ അച്ചാർ ഐറ്റംസ് ആയിരുന്നു. നമുക്ക് എപ്പോഴും അറിയാമെന്നുള്ളത് ഇഞ്ചി, നാരങ്ങ, മാങ്ങ അങ്ങനെ ആയിരുന്നല്ല. ഇത് വേറെ വെറൈറ്റി എന്തൊക്കെ ഐറ്റംസ് അച്ചാറുകളുണ്ടായിരുന്നു. അതിൽ ഡേറ്റ്സ് അച്ചാർ വരെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വാങ്ങിച്ചില്ല, പക്ഷെ അത് കാണാൻ തന്നെ ഒരു രസമായിരുന്നു. പിന്നെ കണ്ടത് കൈത്തറി ഐറ്റംസ് ഉണ്ട്, പിന്നെ ഫോണിൻ്റെ കവർ ഐറ്റംസ് കണ്ടു. പിന്നെ ഒരു ചേച്ചി സ്കെച്ച് വെച്ചിട്ട് എന്തോ ഒരു ബുക്സിലുള്ള എന്തോ ഒരു കാര്യം കാണിച്ചു തന്നു. പിന്നെ കുറേ വിത്ത് ഐറ്റംസ്, പിന്നെ കുറേ ഔഷധം കൊണ്ടുള്ള കുറേ മരുന്നുകളും അതുകൊണ്ടുള്ള സോപ്പുകൾ അങ്ങനത്തെ സാധനങ്ങളുണ്ട്. പിന്നെ കണ്ടത് ടോയ്സാണ്. മോൻ കാണാതിരിക്കാൻ വേണ്ടി ചേട്ടൻ മറച്ചു കൊണ്ടുപോയേ. എല്ലാം കണ്ട് പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ വന്നതുപോലെ അല്ലായിരുന്നു. എത്തിയപ്പോൾ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. പിന്നെ തിരിച്ചിറങ്ങിയപ്പോഴാണ് കണ്ടത് ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ പുറത്തിറങ്ങി നമ്മൾ ബജ്ജിയും പാനിപൂരി എല്ലാം കഴിച്ചു. പിന്നെ കുറേ കളിക്കാനുള്ള ഐറ്റംസ് ഉണ്ട്. കുറേ പേരൊക്കെ കളിച്ചു, പക്ഷേ എല്ലാത്തിലും നമുക്ക് കയറണമെന്നുണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. അതിലെല്ലാത്തിലും കയറാൻ തന്നെ കുറേ ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊന്നിലും കയറിയില്ല. അവന് ഭയങ്കര നിർബന്ധമായിരുന്നു, അവന് കയറണമെന്നും പറഞ്ഞ്. പിന്നെ അവൻ തന്നെ കണ്ടുപിടിച്ച ഒരു സ്ലൈഡ് പോലത്തെ ഒരു ചെറിയൊരു കളിക്കുന്ന സാധനം. അപ്പം അതിന് ക്യാഷ് അടച്ചിട്ട് അതിനും കുറച്ച് നേരം ക്യൂ നിൽക്കേണ്ടി വന്നു. പിന്നെ അതിലവൻ കയറി ഭയങ്കര ഹാപ്പി ആയിട്ട് കുറേ നേരം കളിച്ച് അവന് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞെല്ലാം നമ്മൾ പുറത്തിറങ്ങി കാറെടുത്ത് പുറത്തിറങ്ങിയപ്പോഴാണ് കണ്ടത് അവിടെ ഉള്ളതിനേക്കാളും തിരക്കായിരുന്നു. റോഡിലും കുറേ കട ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ട് എല്ലാവരും ഹാപ്പിയായി, മക്കളും എല്ലാവരും ഹാപ്പിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്.